ഇത് പഴയ പച്ചക്കറിയൊക്കെ ആണല്ലോ കേട്ടോ, പുതിയതൊന്നും വന്നില്ലേ? പഴയതൊന്നും അല്ല, ഇന്നലെ വന്ന് സ്റ്റോക്കാ. അതുപോലെ ഇന്നലെ വന്ന് സ്റ്റോക്കാ. പഴവും പച്ചക്കറികളും എല്ലാം പുതിയത് തന്നെ. നോക്കിയെടുത്തോ. ശ്രീമാറെ, എന്തുണ്ടാ വിശേഷം? എന്ത് പറയാനാ, സുഖമായിട്ടിരിക്കും. ഇത് മാത്രമല്ല, ഇത് രണ്ടും മതി. ഓക്കെ. ഇതിന് വിലക്കൂടി ഇവിടെ ഇല്ല, വിലക്കൂടില്ല. ഇത് 550, ഇത് 6, 11. ഇത് പിന്നെ പഴയ ലിസ്റ്റ് എഴുതിക്കോട്ടെ. പഴയ അക്കൗണ്ടിൽ ഒരുപാടുണ്ടോ ബാക്കി? ഇല്ലില്ല, ഞാനെല്ലാം നോക്കി വെച്ചേ. ഏച്ചു തരാൻ കേട്ടോ. ഇതൊന്ന് കിറ്റ് വേണം. കിറ്റ് വേണ്ട, ഇനിയിപ്പോ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇത് മതി. ഓക്കെ, ഇത് എല്ലാം കൂടെ എഴുതി. ശരി, കാണാം. സുഖല്ലേ? സുഖം സുഖം സുഖം. ഇവിടെ ഇല്ലായിരുന്നോ? നാട്ടിലായിരുന്നു. എന്താണ് ശ്രീമാരെ വിശേഷങ്ങൾ? അല്ല, ഇത് ആരപ്പാ? റസൽ ഭായിയാ? നിങ്ങൾ എവിടെയായിരുന്നുപ്പാ? നിങ്ങൾ കണ്ടിട്ട് നാട്ടിലായിരുന്നു ഭായി. 2-3 മാസമായി വന്നിട്ട്. 3 മാസമായി വന്നിട്ട്? ഞാനാണ് 3 വർഷമായി നാട്ടിൽ പോയിട്ട്. അല്ല, നാട്ടിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലപ്പ. പറയും, നാട്ടിൽ എന്തൊക്കെ വിശേഷം? നാട്ടിലല്ലേ ഭായി വിശേഷങ്ങള്. എന്റെ പൊന്ന് ശ്രീകുമാരെ, നാട് കണ്ടാ തിരിച്ചറിയില്ല. റോഡുകളും പാലങ്ങളും 500 പാലം തന്നെയായി. എല്ലാ ജംഗ്ഷനുകളിലും ഹൈമാസ്റ്റ് ലൈറ്റ്. നമുക്ക് കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്ത വികസനത്തോട് വികസനം അല്ലേ ഭായി? അത് ശരിയാ, അത് ശരിയാ. എന്റെ അമ്മയ്ക്ക് ഇന്നലെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്തത്? തൊണ്ടയിലൊരു വലിയ മുഴ. അയ്യോ, നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിന് 6 ലക്ഷം രൂപയാണ് ചോദിച്ചത്. 6 ലക്ഷം രൂപ. പക്ഷെ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലിലുണ്ടല്ലോ, ഒരു നയ പൈസ ചോദിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടുമില്ല. അമ്മയ്ക്ക് വളരെയധികം സുഖമുണ്ട്. ഇന്ന് രാവിലെ അമ്മ എന്നെ വിളിക്കുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല. അതിന് ഈ കരയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ പ്രൈവറ്റ് ആശുപത്രികളുടെ കുടുംബക്കാരുണ്ടല്ലോ, അവര് പോലും പോണത് നമ്മളെ സർക്കാർ ആശുപത്രിയിലാണ്. ഇതുകൊണ്ട് വേറെ കാര്യമുണ്ട്. മറ്റേ കുറി പിടിച്ച പൈസ ലാപ്സായാലും ലാപ്സാ? അല്ല, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മളെ ജോർജിന്റെ സൗണ്ട് ആണല്ലോ. എന്താണ് പ്രശ്നം? കഷ്ടകാലം വന്ന ഇങ്ങനെ കഷ്ടകാലമുണ്ടോ? എന്താണ് ജോർജ്, എന്താണ് പ്രശ്നം? നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്ത് പറയാനുണ്ട്? നമ്മള് സുകുമാരനില്ലേ, ചേന്നോത്തിന്റെ സുകുമാരൻ, അയാള് ഞരമ്പ് മുറിച്ച് രക്തം എല്ലാം പോയിട്ട് രാവിലെ നോക്കിയപ്പോ ബാത്റൂമിൽ കിടന്നു. ചത്തില്ലായിരുന്നു. ചത്തോളും ശുഭാട്ട ഒരു സോപ്പിക്ക് എടുത്തേ. പിന്നെ വെള്ളം എടുത്തേ. എന്ത് കഷ്ടം നോക്കി രാവിലെ. ശുഭാട്ട കട ഒന്ന് ചെല്ലേ. എന്ത് ചെല്ലങ്ങോട്ട്. എന്താ അവസ്ഥ ഇത്? വല്ലാത്തൊരു അവസ്ഥയാട്ടോ. ആരോട് ഇത് പറയാൻ പറ്റുമോ? കർഷക സമരത്തിന് അച്ഛനും അമ്മയും പോയിട്ട് സമരം ചെയ്ത് പിടിച്ച് ജയിലായ കാര്യത്തിന് ആത്മഹത്യ ആത്മഹത്യയാണോ ചെയ്യേണ്ടത്? നിങ്ങളെന്താ പറയുന്നത്? പണ്ട് അവരുടെ അച്ഛനമ്മയെ സ്വാതന്ത്ര്യ സമരത്തിന് പോലീസിനായി ഒരുപാട് കൊണ്ടതാ. കുറച്ച് ദണ്ഡുണ്ട് കേട്ടോ. कुछ नहीं, हॉस्पिटल लेके गए ना, अभी जब मिलेगा आदमी गया. ठीक है, आराम से सो जाओ. ആശുപത്രി കൊണ്ടുപോയേക്ക. അപ്പൊ കൊണ്ടുവരും. രാവിലത്തെ നോക്കിയിരിക്കുന്നായിരുന്നു. ജയിച്ചോന്നോ? 635 മാർക്കും ഓൾ ഇന്ത്യയിൽ 6500 റാങ്കും ഉണ്ട്. എന്ന് വെച്ചാ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടി. ഡോക്ടറായി. അതാണ് നമ്മുടെ സർക്കാർ
വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നിലവാരം. അത് കറക്റ്റ് ആട്ടോ. അപ്പൊ ഞാൻ റെഡിയാ. ഇപ്പൊ സ്കൂളിലൊക്കെ ചെന്നല്ലോ, ടെക്നോ പാർക്കിൽ ചെന്നവരോ ഭയങ്കര സെറ്റപ്പ് അല്ലേ? പണ്ടത്തെ സ്ലേറ്റും പെൻസിലും ബോർഡൊന്നുമല്ല, ഒന്നും ഭയങ്കര സെറ്റപ്പ്. ഫുള്ള് കമ്പ്യൂട്ടറാ, ഫുള്ള് കമ്പ്യൂട്ടറിലാണ് കുട്ടികളെ പഠിക്കുന്നത്. ഹൈടെക് എന്ന് പറയുന്നേ. അതാണ് ശരിയാ. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. നമ്മൾ വാർത്തകളിലും മാധ്യമങ്ങളിലൊക്കെ വായിച്ച് കേൾക്കുന്നില്ലേ? കേൾക്കുന്നതാണോ നിങ്ങൾ പോയി കാണുന്നല്ലേ ഭായി? अरे भाइयों समझ में आते हैं थोड़ा थोड़ा मलयालम तुम लोग का केरला भी बिल्कुल गोड्सोन कंट्री हो അത് കൊള്ളാം. ഇതൊക്കെ ഇവന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവന്റെ നാട്ടുകാരെ മൊത്തം നമ്മുടെ അവിടെ ജോലി ചെയ്യില്ലേ? അതെ അതെ, അത് ശരിയാ. എന്താ അവിടത്തെ ഒരു സ്ഥിതി? നാട്ടിൽ നല്ല പൈസ അല്ലേ? പണിയെടുക്കുന്നവരല്ല ആവശ്യം പോലെ പൈസ ഉണ്ട്. അവര് ഇഷ്ടം പോലെ പൈസ പണിയെടുക്കുന്നവർ വാങ്ങുന്നത് അറിയാം. അത് മാത്രമല്ല, പിന്നെ പോയിട്ട് നമ്മുടെ നാട്ടിലുണ്ടാക്കി പറ്റിയ ഇലക്ട്രിക് ഓട്ടോ അതിന് നേപ്പാൾ വരെ ഭയങ്കര ഡിമാൻഡ് എന്ന് പറയും. അത് തന്നെയാണ്. अरे भाई मैं बिल्कुल सही बता रहे हैं जो कोविड का टाइम पे मेरे भाई बताया पूरा खाना पीना घर सब कुछ दे दिया सरकार ने सब कुछ क्या बुलाया हम लोगों का मालूम है ക്യാ ബുലായ? गेस्ट ഇവൻ ഉദ്ദേശിച്ചത് എന്നാന്നറിയാമോ? നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാ ഇവൻ ഉദ്ദേശിച്ചത്. ഇല്ല, ഞാൻ വിളിച്ചോളാം. ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. ഇല്ല, കുഴപ്പമില്ലാന്ന്. നിങ്ങൾ അവിടത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്ക്. ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. ഇല്ല, വിളിക്കാം. എന്താ കാര്യങ്ങൾ? എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എമർജൻസിയിലാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ രക്തം ഒരുപാട് വേണം. രക്തത്തിന് എന്ത് പ്രശ്നമോ? നമ്മൾ വിളിച്ചാൽ ഇപ്പം പിന്നെ ആൾക്കാർ ഇഷ്ടം പോലെ എന്ത് പ്രശ്നം? അത് തന്നെ. हम लोग है ना इधर हम लोग बहुत लोग है ना हम लोग देगा क्या मुश्किल है ഇത് ബ്ലഡ് AB നെഗറ്റീവ് ആണ്. അതാണ് പ്രശ്നം. അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? അതൊരു പ്രശ്നമാണ്. AB നെഗറ്റീവ് കിട്ടാൻ വേണ്ടി പാടാം. ആൾക്കാർ തീരെ കുറവുണ്ട് കിട്ടാൻ വേണ്ടി പാടില്ല. എന്റെ ചോര എബി നെഗറ്റീവ് ആണോ? സുകുമാരന് ഞാൻ കൊടുത്ത ചോര വിളിക്കൊന്ന് ആശുപത്രിയെ കുറിച്ച് പറയാം. ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾക്ക് വയ്യാത്ത ആളല്ലേ? എല്ലാവരും ചോര തരാം. ചോപ്പനി എന്റെ വേണോട്ടെ, നിങ്ങൾക്ക് വയ്യാത്തൊരു മനുഷ്യനല്ലേ? മനുഷ്യനാണ് പറഞ്ഞത് എന്താണ് കാര്യം? ഇന്നേരത്തിനോട് ഞാൻ ചോര കൊടുക്കണ്ടേ? നിങ്ങൾ ബേജാറാണ്. നിന്റെ ചോര എബി നെഗറ്റീവ് ആണോ? ഞാൻ കൊടുത്ത സുകുമാരന്റെ ചോര. സുകുമാരൻ ഞാൻ കൊടുക്കണോ ചോര? എന്റെ വേണു, നീ ഒന്ന് അടങ്ങി വേണു. നീ കുട്ടികളിയാണ് കരുതുന്നത്. നിനക്ക് ഈ ചോര എടുക്കണം. നിനക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് വേണു? ഞാൻ എന്താ വിളിച്ചിട്ട് എന്താ പേരായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താ അസുഖം? എന്താ അസുഖം? ഞാനിതൊന്ന് സംസാരിക്കട്ടെ. വന്നിട്ടേ എന്റെ പേരെ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി പോണോ? പറമ്പിലെ ചതുമ്പിൽ ചേരി പാപം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അന്നേരം വട്ടപൂജത്തിന് ഇന്ത്യയിലെ കുടുംബത്തിന് ജീവിതത്തിൽ കൊണ്ടുവന്നേ ഈ സുഗൂര സർക്കാരാണ്. എന്റെ വേണു, സുഖിന്റെ സർക്കാർ, ഇത് ജനങ്ങളെ സർക്കാരാണ് വേണ്ടത്. ഈ ചുമ്മാ പാർട്ടി സുഗൂരല്ലേ? ഒരു വ്യക്തിക്കായിട്ടോ ഒരു മതത്തിനായിട്ടോ സർക്കാർ ഉണ്ടോ? ഇവിടുത്തെ പൊതുജനത്തിൻ്റെതാണ് സർക്കാർ. നീ ഒന്ന് അടങ്ങ്. മര്യാദക്കിരിക്കാൻ ഈ സർക്കാർ മുടങ്ങാതെ കൊടുക്കുന്ന പെൻഷൻ കൊണ്ട് ഒരുപാട് ജനങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. അതൊന്നും മറക്കാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യം ഓർത്തത്. നമ്മുടെ നാട്ടിലെ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഒരു വീടൊക്കെ കൊടുക്കുന്ന പദ്ധതി. ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ എന്റെ ഏടത്തിന് ഒരു വീട് കിട്ടി. പക്ഷെ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്കൊരു വീട് തട്ടിക്കൂടാൻ ഇതുവരെ. ഈ സർക്കാർ കൊണ്ട് ജനങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നേ. ഏടത്തിന് മാത്രല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർക്കല്ലേ ഈ ലൈഫ് മിഷൻ പദ്ധതി മുഖേന ഗവൺമെന്റ് വീട് വെച്ച് കൊടുക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിപ്പ വന്നപ്പോഴേ എല്ലാരും ഞങ്ങൾ എന്റെ കെട്ടിയോ മിഠായി തെരുവിലായിരുന്നു ജോലി. ആ ഷോപ്പ് കൂട്ടിയപ്പോ ഈ ടീച്ചറും സർക്കാരുമാ ഞങ്ങളെ നെഞ്ചോട് ചേർത്തിയത്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കുറെ നേരമായിട്ട് നിങ്ങൾ സർക്കാരിന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ വായിച്ചു പാടുന്നതായി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോവിഡ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കോവിഡ് ഉള്ള ഇപ്പോഴും കേരളത്തിൽ. അതുകൊണ്ട് അതൊക്കെ പോട്ടെ, സർക്കാരിന്റെ ശമ്പളങ്ങൾ നിങ്ങൾ എത്രയാണ് വെട്ടിക്കുറച്ചത്? അല്ല അത് പറ. അല്ല, സർക്കാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. പിന്നെ രക്തത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. രക്തം കൊടുക്കാനായിട്ടാണെങ്കിൽ ആള് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ജോർജ് എന്തോ പറഞ്ഞോണ്ട് വന്നില്ല, എന്തോ സർക്കാരിനെ കുറിച്ചിട്ട്. ഞാൻ പറഞ്ഞത് കോവിഡിന്റെ കാര്യം തന്നെ. നാട്ടിൽ ഇപ്പോ എത്രയാ കോവിഡ്? സർക്കാരിന്റെ ശമ്പളത്തിന് വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്റെ ജോർജേ,
3 വലിയ ദുരന്തങ്ങൾ നേരിട്ടൊരു നാടാണിത്. അതിന്? ഓക്കിയും നിപ്പയും പിന്നെ അത് കഴിഞ്ഞ് പ്രളയവും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മഹാമാരി പോലെ കോവിഡും. ഇതൊക്കെ നടക്കുമ്പോ പോലും പക്ഷികളും മൃഗങ്ങളും പോലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു നേതാവുള്ള നാടാണല്ലോ ഇത്. ഇവിടുത്തെ ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ജോർജ് ഭായ് ഒന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, നീ മനസ്സിലാക്കി, ഈ നാട്ടില് ഇത്രയും അധികം സമരങ്ങളും ഇത്രയും അധികം പ്രശ്നങ്ങളും ഒക്കെ നടന്ന നാട്ടില്, ഇത്രയും അധികം പ്രക്ഷോഭങ്ങൾ പോലും നടക്കുന്ന പ്രതിപക്ഷങ്ങൾ നടത്തുന്ന നാട്ടില് എത്ര പേരുടെ കൊറോണ വന്നിട്ട് മരണപ്പെട്ടിട്ടുള്ളത് ആ മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ജോർജ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇങ്ങനെയാണോ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് സംഭവം? പിന്നെ പറയാനുള്ളത്, അവമതിച്ചില്ലെങ്കിലും അവഹേളിക്കരുത് ജോർജ്. ഞാൻ അവഹേളിച്ചതല്ല. ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നത്. ആണാ? പിന്നെ സുകുമാരന് ബോധം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ശരിയായി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. എമർജൻസി തന്നെ വിളിച്ചത്. ബ്ലഡ് ശരിയായിട്ടുണ്ട്, എല്ലാം റെഡിയായി, കുഴപ്പമില്ല, ബോധം വന്നിട്ടുണ്ട്. പോകാൻ വരട്ടെ. തെരഞ്ഞെടുപ്പാ വരുന്നത്. ഈ ജനകീയ സർക്കാരിനെ ഒന്നും കൂടെ തെരഞ്ഞെടുത്തിട്ട് പോ, എങ്കിലേ എല്ലാം ശരിയായി ഉറപ്പിച്ചു. അത് തന്നെയല്ലേ ഉറപ്പെന്ന് പറഞ്ഞത്. എന്തിന്റെ ഉറപ്പ്? ക്ഷേമ പെൻഷന്റെ ഉറപ്പ്, മികച്ച വിദ്യാഭ്യാസത്തിന്റെ ഉറപ്പ്, ആരോഗ്യ മേഖലയിലെ ഉറപ്പ്, ലൈഫ് മിഷന്റെ ഉറപ്പ്, കട്ടില്ലാത്ത കരണ്ടിന്റെ ഉറപ്പ്, കേരളത്തിലെ സമഗ്ര വികസനത്തിന്റെ ഉറപ്പ്, ബന്ധ നിവാരണത്തിന്റെ ഉറപ്പ്, നമ്മുടെ തീരദേശ മക്കൾക്കുള്ള ഉറപ്പ്, ഹം അതിഥി ലോകോക്ക ഉറപ്പ്. എന്നാ പിന്നെ ഞാനും